ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് കേരളത്തില് 2001 കേരളത്തില് PIC ആയിട്ട് ജോയിൻ ചെയ്യുകയും PIC ആയിട്ട് ജോയിൻ ചെയ്ത സമയത്ത് ഇവിടെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞ ഒരു മേഖലയിലൂടെ DXനെ കൊണ്ടുപോവുകയും അങ്ങനെ ഇവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് മാറുകയും മിഡിൽ ഈസ്റ്റില് ധാരാളമായിട്ട് പെയിൻ എടുക്കുകയും ചെയ്ത ഒരാളുമായിട്ടാണ് നമ്മൾ ഇന്ന് സംവദിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ട്. മിഡിൽ ഈസ്റ്റില് ബിസിനസ് വളർത്തുന്നതിൽ വളരെയധികം പങ്കുവഹിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല മിഡിൽ ഈസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആഫ്രിക്കയുടെ മുഴുവൻ ചാർജും അദ്ദേഹത്തിന് വരികയുണ്ടായി. ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടറായി. അങ്ങനെ ഇപ്പോ സെൻട്രൽ ഏഷ്യയുടെയും അതുപോലെ തന്നെ യൂറോപ്പിന്റെയും ഇൻചാർജാണ്, IMD ആണ്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടറാണ്. അപ്പോ അത്തരത്തില് ഇപ്പോ യൂറോപ്പ് ഒരു ടൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പില് എല്ലാ മാസവും വിവിധങ്ങളായ ആളുകൾ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള വിവിധങ്ങളായ ആളുകളെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ലീഡേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രോഗ്രാംസ് എല്ലാം അദ്ദേഹം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഒരുപാട് പ്രസന്റേഷൻ മിഡിൽ ഈസ്റ്റിലായിരുന്നപ്പോഴും എനിക്ക് കേൾക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹം കൈരളി TV വന്ന് സംസാരിച്ചത് നമ്മളെല്ലാവരും ഇന്നും അത് ടൂൾസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൈരളി TVയുടെ ചാനൽ എടുത്തിട്ട് നമ്മൾ എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളോട് ആ TV-യിലൂടെ ചാനലിലൂടെ വന്ന് പറഞ്ഞു തന്ന ഒരു വ്യക്തി, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ മുഖമാണ്. ആ വ്യക്തിയാണ് ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് പേര് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കൂടെ ആയിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. വേറെ ആരുമല്ല, നമ്മുടെ ജിജി സാറാണ്. ജിജി സാറ് ഇപ്പോ ദുബായിലാണുള്ളത്. അദ്ദേഹത്തിന്റെ വൈഫ് ജിപ്ന, പിന്നെ അതുപോലെ തന്നെ തൻവി മകള്, ജാൻവി മകള്, അങ്ങനെ 2 കുട്ടികള്. നമ്മള് ഒരിക്കൽ കണ്ടു, നമ്മുടെ പ്രൈവറ്റ് ജെറ്റിന് കണ്ണൂർ വന്ന് ഇറങ്ങിയതിന്റെ ഒരു ഫോട്ടോ നമ്മൾ പലരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയാണ് ഇപ്പൊ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് കേൾക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി ഞാൻ ജി സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം. താങ്ക് യു വെരി മച്ച് രാജീവ് ഭായ്. നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും, ബിനീഷ് ഭായ് ആയാലും സിറാജുദ്ദീൻ ഭായ് ആയാലും എല്ലാവരും നമ്മുടെ ഇനീഷ്യൽ കാലഘട്ടങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ 2001 ഞാൻ DXനിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് കേരളത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു മദ്രാസിൽ ഇരുന്നു കൊണ്ട്. പിന്നീട് ഇന്ത്യയിൽ ഒരുപാട് ട്രാവൽ ചെയ്തു. അങ്ങനെയാണ് 2002 നമ്മൾ ദുബായ് മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദുബായിൽ വരുന്നത്. അവിടെ നിന്നാണ് എൻ്റെ ജേണി DXനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇപ്പോ ഈ പ്രോഗ്രാമിൽ എനിക്ക് ഒരുപാട് ആൾക്കാരെ കാണാം. ഏകദേശം 156 ആൾക്കാർ ഇപ്പോ ഈ റൂമിലുണ്ട്. പലരും വെറ്ററൻ ലീഡേഴ്സ് ആണെന്ന് എനിക്കറിയാം. DXന്റെ ബിസിനസ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കുറച്ചു പേരൊക്കെ പുതിയ ആൾക്കാരുണ്ടായിരിക്കും. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്, ഇപ്പൊ പറയാലോ, 2001 ഞാൻ ജോയിൻ ചെയ്തതാണ്. ഏകദേശം 21 വർഷം DXനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും കാണാനും ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ജീവിതം കാണാനും DXനിലൂടെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതൊരു വളരെ എന്താ പറയാ, വളരെ ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു സോഫാർ. അതിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സക്സസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ദൈവകൃപ കൊണ്ട് നമുക്ക് തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്കും. അതായത് DXN തരണം ചെയ്ത വഴികൾ, അല്ലെങ്കിൽ തരണം ചെയ്ത പ്രോബ്ലംസ്. നിങ്ങളെല്ലാവരും ഡയറക്ട് സെല്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ബിസിനസ്സാണ്. ഇതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കാത്തതും വളരെ പ്രത്യേകതയുള്ള ആളുകൾക്ക് മാത്രം സക്സസ്ഫുൾ ആകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഡയറക്ട് സെല്ലിംഗ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ഇതൊരു ടഫസ്റ്റ് ബിസിനസ്സാണ്. സാധാരണ ബിസിനസ് പോലെയല്ല ഇത് വളരെ ടഫായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അതിന്റെ കാരണം അതിന്റെ റിവാർഡും വളരെ ലുക്രേറ്റീവ് ആണ്. വളരെയധികം റിവാർഡ് തരുന്ന ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ്. ഇതിൽ സക്സസ് ആയ ആളുകളുടെ ജീവിതം എന്നേക്കും 365 ദിവസവും വെക്കേഷനാണ് അവർക്ക്. അവർ സക്സസ് ആയി കഴിഞ്ഞാൽ. പക്ഷെ ആ സക്സസ് ആകുന്നത് വരെ അവർക്ക് 365 ദിവസവും ജോലിയാണ്, അവർക്ക് വെക്കേഷനേ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിംഗ്. പക്ഷെ അതിൽ സക്സസ് ആകാൻ കുറച്ച് പാടാണ്. അത് വളരെയധികം കഴിവുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങൾ അതിലേക്കുള്ള വഴിയിലാണ്. അതിൽ സക്സസ് ആയ ആൾക്കാരുണ്ടാകാം, അതിൽ പുതിയ ആൾക്കാരുണ്ടാവും. പക്ഷെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് DXN ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. 21 വർഷം ഞാൻ കണ്ടു DXN-നെ. ഏകദേശം ഇപ്പൊ 29 വർഷമായി DXN ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ 29 വർഷവും DXN കടന്നുപോയ മേഖലകൾ അല്ലെങ്കിൽ അനുഭവിച്ച പ്രയാസങ്ങളും കഷ്ടതകളും അതിനെ എങ്ങനെ DXN ഓവർകം ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും DXN-ന്റെ സ്ട്രെങ്ത്. ഈ ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ സ്റ്റെബിലിറ്റിയാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. ഇന്ന് വന്ന് ഒരുപാട് പൈസ ഓഫർ ചെയ്ത് നാളെ പൂട്ടിപ്പോകുന്ന കമ്പനികൾ ഇഷ്ടംപോലെയുള്ള കാലമാണ് ഇന്ന്. ഈ ഇൻഡസ്ട്രി അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കാലത്ത് നിങ്ങളുടെ പേര് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഇത് ചെയ്യാണ്, നിങ്ങൾ വിൽക്കുന്നത് നിങ്ങളുടെ പേരാണ്. അപ്പൊ നിങ്ങളുടെ പേര് മോശം വരാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കമ്പനി. അതല്ലെങ്കിൽ കമ്പനി പൂട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിനും അത് ദോഷമായിട്ട് ഭവിക്കും. അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കടമ്പ. ഇപ്പൊ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രത്യേകിച്ചും പറയുന്നത്. അപ്പം പലരും പറയാറുണ്ട് DXN-ന്റെ ഇൻകം വളരെ സ്ലോ ആണ്, DXN-ന്റെ ഇൻകം വരുന്നത് ഇല്ല എന്നൊക്കെ. പക്ഷെ അതൊക്കെ തെറ്റാണ്. DXN-ന്റെ ഇൻകം എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ഇൻകം ആണ്. ഇതൊരു 100 നില കെട്ടിടം പണിയുന്നത് പോലെയാണ്. അതായത് മെല്ലെ മെല്ലെ മെല്ലെയാണ് നിങ്ങൾക്ക് പണിയാൻ പറ്റുമോ കെട്ടിടം. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് 100 നില കെട്ടിടം പണിയാൻ പറ്റില്ല. പക്ഷെ പണിത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തുള്ള വരുമാനം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് DXN ബിസിനസ്. ഇറ്റ്സ് എ ലോങ് ടേം കരിയർ. അപ്പൊ അത് ബിൽഡ് ചെയ്യാനുള്ള പേഷ്യൻസും അത് ചെയ്യാനുള്ള പെർസിവറൻസും കഴിവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. എൻ്റെ പ്രസന്റേഷനിൽ ഞാൻ കാണിക്കാം സക്സസ്ഫുൾ ആയ ആളുകളുടെ ഇൻകം അടക്കം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ട് മനസ്സ് ഇന്നുണ്ടെങ്കിൽ DXN എൻ്റെ ലൈഫ് സക്സസ് ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ബിസിനസ് എനിക്ക് പറ്റിയതാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആൻസർ പറയേണ്ടതാണ്. നിങ്ങൾക്ക് അതിനുള്ള പെർസിവറൻസ് ഉണ്ടോ, നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. പക്ഷെ ആരും ഇത് ട്രൈ ചെയ്യണം. കാരണം ഇതിൽ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബവും ജീവിതകാലം മുഴുവനും സുഖിച്ച് ജീവിക്കും. അത് ഫെയിലർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല DXN മെമ്പർഷിപ്പ് എടുക്കുന്നത്, ഫ്രീ മെമ്പർഷിപ്പാണ്. മറ്റുള്ള കമ്പനികൾ പോലെ 1 ലക്ഷം 2 ലക്ഷം ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല DXN ബിസിനസ് തുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു പോയാലും നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാനില്ല. പക്ഷെ സക്സസ്ഫുൾ ആയാലോ നിങ്ങളുടെ ജീവിതം മുഴുവനും സക്സസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, സിറാജ് ഭായ് ആയാലും രാജീവ് ഭായ് ആയാലും ബിനീഷ് ഭായ് അവരൊക്കെ സാധാരണക്കാരായിരുന്നു. അവരുടെയൊക്കെ സ്റ്റോറി എനിക്ക് നന്നായി അറിയാം. അവർ ഇന്ന് ജീവിക്കുന്നത് വളരെ നല്ല നിലയിലാണ് ജീവിക്കുന്നത്. കേരളത്തില് കുറച്ച് ലക്ഷങ്ങൾ മാസം വരുമാനം വലിയ പ്രയാസമില്ലാതെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞിട്ടാണ് പലരും ജീവിക്കുന്നത് അല്ലെ. MBA എടുത്ത മാനേജേഴ്സും ഒക്കെ കിട്ടുന്നത് 25,000-30,000 രൂപക്കൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ജോലി ചെയ്യുന്നുണ്ട് ആ പൈസക്ക്. പക്ഷെ MLM-ല് അല്ലെ ഡയറക്ട് സെല്ലിംഗിൽ സക്സസ് ആയി എല്ലാ വർഷവും കുറച്ച് ലക്ഷങ്ങൾ കൃത്യമായി ബാങ്ക് അക്കൗണ്ടിൽ വന്ന് വീഴുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതാണ് ഈ പറയുന്ന നമ്മുടെ സഹോദരങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഹാറിലൊക്കെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആളുകൾ 2-3 ലക്ഷം ബോണസ് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല, അവർക്ക് ഇന്ത്യ തന്നെ നേരാണെന്ന് പറയാൻ അറിയില്ല. പക്ഷെ DXN-ന്ന് ഇൻകം വാങ്ങിക്കുന്നുണ്ട്. 3000 രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകള് ഇന്ന് 2-3 ലക്ഷം രൂപ DXN-ലൂടെ എല്ലാ മാസം വാങ്ങിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് DXN-ന്റെ ബിസിനസ്. അപ്പൊ നമുക്ക് ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം ഒരു പ്രസന്റേഷനിൽ കൂടെ. ഓവർ ദ ഹഡിൽസ്, DXN in 29 years long journey. അതായത് 29 വർഷത്തെ ലോങ് ജേണിയാണ് DXN ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അത് തുടക്കം മാത്രമാണ് DXN. 29 വർഷം, ഇനി എത്രയോ വർഷം പോകാനിരിക്കുന്നു. കാരണം അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ബിലവഡ് ചെയർമാൻ ഡോക്ടർ ലിം സ്യോജിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോ ഓവർ ദ ഹഡിൽസ് 9 മോസ്റ്റ് ക്രിട്ടിക്കൽ പ്രോബ്ലംസ് DXN ഫേസ് ചെയ്ത്, അതിൽ പല പ്രോബ്ലംസിന്റെയും
ഭാഗമായിരുന്നു ഞാനും സോൾവ് ചെയ്യാൻ. അത് പലരും, നിങ്ങൾ പോലും അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് 1993 DXന്റെ ജനനം ഇൻ മലേഷ്യ. അച്ഛൻ ആരാണെന്ന് വെച്ചാൽ അച്ഛൻ ഡോക്ടർ ലിം സ്യോജിൻ ആണ്. അദ്ദേഹത്തിന്റെ ബ്രെയിൻ ചൈൽഡ് ആണ് DXN. 93 ആകസ്മികമായിട്ടാണ് ഒരു എഞ്ചിനീയറായ ഡോക്ടർ ലിം മഷ്റൂമിനെ പറ്റി അറിയുകയും അവിടെ മലേഷ്യയിലുള്ള ഫാമേഴ്സ് ഇതിനെ ഇതിന്റെ കരിച്ച പൊടിയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് അറിയുമായിരുന്നില്ല ഈ ഗാനോഡർമ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യണമെന്ന്. അത് ഒരു എഞ്ചിനീയറായ ഡോക്ടർ ലിമ്മിന്റെ കയ്യിൽ വന്നപ്പോഴാണ് അദ്ദേഹം അത് പഠിക്കുകയും കുറെ വർഷം റിസർച്ച് നടത്തിയിട്ടാണ് DXN എന്ന് പറയുന്ന കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതില് ഫ്രം ഗോഡ് എന്ന് പറയാനൊരു കാരണമുണ്ട്. കാരണം ഈ കമ്പനി നേരിട്ട പ്രോബ്ലംസിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ വളരെ വളരെ വലുതാണ്. ദൈവത്തിന്റെ കടാക്ഷമില്ലാതെ ഒരു കമ്പനിക്കും ഇത്രയും പ്രോബ്ലംസിനെ ഫേസ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം 2001 കേരളത്തിൽ ഉണ്ടായ പ്രോബ്ലം DXN ഒരിക്കലും DXN പൂട്ടിപ്പോണ്ട പ്രോബ്ലംസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാ പ്രോബ്ലത്തിനെയും തരണം ചെയ്തുകൊണ്ട് ഇന്നും വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് കമ്പനി മുന്നോട്ട് പോകാനുള്ള കാരണം ദൈവത്തിന്റെ കടാക്ഷി കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ DXN സിൻസിയറും ജെന്യൂനുമായിട്ടുള്ളൊരു കമ്പനി ആയതുകൊണ്ടാണ്. ആദ്യത്തെ പ്രോബ്ലം DXN ഫേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ 93 ഡോക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് തന്നെയാണ്. അതായത് ഒരു വർഷം 93 മുതൽ 94 വരെ ഏകദേശം 9 മാസം 10 മാസത്തോളം ഒരു ബോട്ടിൽ ഓഫ് RGGL പോലും ഡോക്ടർ ലിമിന് വിൽക്കാൻ പറ്റിയിട്ടില്ല. എത്രയോ ആളുകളെ വിളിച്ച് പ്രസന്റേഷൻ നടത്തി, എല്ലാവരും റിജക്ട് ചെയ്തു. ഡോക്ടർ ലിമിനെ കളിയാക്കുകയായിരുന്നു. ഇങ്ങനെയൊരു ബിസിനസ് ഇയാള് വട്ടനായി പോയല്ലോ, ഒരു എഞ്ചിനീയർ ഇത്രയും പൊട്ടത്തരല്ലേ ചെയ്തു വെക്കുന്നത്, എന്ത് MLM എന്ത് ഗാനോഡർമ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം പല സക്സസ്ഫുൾ ആൾക്കാരെ അങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഡോക്ടർ ലിമിനും ചെയ്തത്. ഡോക്ടർ ഒരുപാട് കാസറ്റ് ഒക്കെ ഉണ്ടാക്കി പിന്നെ പ്രോഗ്രാം എല്ലാവരെയും കാണിച്ചു. എല്ലാവരും വാങ്ങിച്ച കാസറ്റ് ഒക്കെ ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ടാണ് പോയത്. 200 പേരെ ഇൻവൈറ്റ് ചെയ്ത് ആദ്യം മീറ്റിംഗിൽ വന്നത് 10 പേരാണ്. അതിൽ ബ്രേക്ക് കഴിഞ്ഞപ്പോൾ 3 പേര് ബാക്കിയുണ്ടായുള്ളൂ. അന്ന് ഡോക്ടർ തീരുമാനിച്ചതാണ്, ഇനി ഒരു വീഡിയോവും ഒരു പ്രസന്റേഷനും ഞാൻ ഉണ്ടാക്കില്ല, ഞാൻ സംസാരിക്കുക മാത്രമേ ഉള്ളൂ. ഇന്നും നിങ്ങൾക്ക് കാണാം ഡോക്ടർ ലിമിന്റെ ഒരൊറ്റ പ്രസന്റേഷനും സ്ലൈഡ് വെച്ചിട്ടോ കാസറ്റ് വെച്ചിട്ടോ അല്ല, അദ്ദേഹം സംസാരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അത് അന്നത്തെ ഇൻസിഡന്റിന് ശേഷമാണ്. അപ്പോ ആ റിജക്ഷനിൽ നിന്ന് DXN സക്സസ് ആകുന്നത് ഒരു എംപത്തറ്റിക്കൽ മൂവിലൂടെയാണ്. അതായത് എംപതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറുന്നതിനാണ് എംപതി എന്ന് പറയുന്നത്. അത് ഒരു സ്ത്രീ അവരുടെ ഭർത്താവിന് അസുഖം ഉള്ളത് കൊണ്ട് DXN പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഡോക്ടറെ സമീപിക്കുകയാണ്, ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ. അപ്പോൾ ഡോക്ടർ ഇതിന്റെ പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത് 100 റിങ്കറ്റ് ആയിരുന്നു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഞാനിത് വാങ്ങിക്കാം, എത്രയാ പൈസ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ ഉത്തരം പറയുന്നതിന് മുമ്പ് അവരവരുടെ ഈ കർച്ചീഫ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ചെറിയ ടവലിൽ പൊതിഞ്ഞിട്ടുള്ള പൈസയാണ് അവർ മെല്ലെ എടുത്തിട്ട് അവർ എണ്ണിട്ട് 50 റിങ്കറ്റാ ഉള്ളത് അവരുടെ കയ്യിൽ. അപ്പൊ ഡോക്ടറുടെ വെച്ചിരിക്കുന്ന 100 റിങ്കറ്റിന് സാധനം വിൽക്കാൻ വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവരുടെ കയ്യിൽ 50 രൂപയുള്ളൂ, 50 റിങ്കറ്റേ ഉള്ളൂ. അപ്പൊ ഡോക്ടർ ചോദിച്ചു, എത്രയാണ് ഇതിന് ഞാൻ തരേണ്ടത്, എന്റെ ഭർത്താവിന് സുഖമില്ലായിട്ടാണെന്ന്. അപ്പൊ ഡോക്ടർ വിചാരിച്ചു 100 എന്ന് പറഞ്ഞാൽ ഇവർക്ക് വാങ്ങിക്കാൻ പറ്റില്ല, 50 എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. പക്ഷെ സാരമില്ല എന്ന് വെച്ചിട്ട് 50 എന്ന് പറഞ്ഞിട്ട് അത് ആദ്യമായിട്ട് പ്രൊഡക്റ്റ് വിറ്റു. ആ വിൽപ്പനയോടുകൂടി അവരുടെ ഹസ്ബൻഡിന്റെ അസുഖം വളരെയധികം ഭേദമാവുകയും മാർക്കറ്റിൽ സ്പ്രെഡ് ആവുകയും ചെയ്തു ആ ന്യൂസ്. പ്രൊഡക്റ്റിന്റെ വില കുറച്ചത് കൊണ്ട് ഭയങ്കരമായ മൂവ്മെന്റ് ഉണ്ടായി. ആ ആദ്യത്തെ 2ാമത്തെ വർഷമാണ് അങ്ങനെ DXN ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ചാലഞ്ച് അങ്ങനെയാണ് ഡോക്ടർ ലിം ഓവർകം ചെയ്തത്. പിന്നത്തെ ഒരു ബിഗ് ചാലഞ്ച് ആയിരുന്നു, നമ്മൾ ദുബായിൽ വരുന്നു. ദുബായിൽ വന്ന് DXN ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഫസ്റ്റത്തെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു 100 സ്ക്വയർ ഫീറ്റ്, ഒരു സാധാരണ ഷോപ്പിന്റെ വലുപ്പമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലേക്കുള്ള ഷോപ്പ് ഉണ്ടല്ലോ, ആ ഷോപ്പിന്റെ വലുപ്പത്തിലുള്ള ഒരു ഓഫീസാണ് നമ്മൾ ആദ്യം തുറന്നത്. ഞാനായിരുന്നു കൺട്രി മാനേജർ. എനിക്ക് അവിടെ ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു സ്റ്റാഫിന് നിന്ന് വിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അത്രയും ചെറിയ ഓഫീസായിരുന്നു DXN സെറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ തുടങ്ങി. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇതായിരുന്നു ആദ്യത്തെ ഓഫീസിന്റെ ആദ്യത്തെ, ഇത് 2ാമത്തെ ഓഫീസാണ്. ഇതിലും ചെറുതായിരുന്നു ആദ്യത്തെ ഓഫീസ്. നിങ്ങൾക്ക് കാണാം നമ്മുടെ അന്നത്തെ ആൾക്കാരെയൊക്കെ. ഇത്രയും കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, RGGL പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്? അന്ന് നമ്മൾ ഭയന്നുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് വിറ്റുന്നത്. കാരണം ഗൾഫിൽ നിയമങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ പേടിച്ചുകൊണ്ടാണ് നമ്മൾ വിറ്റിരുന്നത്. ഒരു അറബിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ സംസാരിക്കാൻ നിർത്തും പേടിച്ചിട്ട്.
അപ്പോ അങ്ങനെ തുടങ്ങി വേറെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ടായിരുന്നില്ല. DXN ആണ് ആദ്യമായിട്ട് ഇവിടെ തുടങ്ങിയ കമ്പനി, ഡയറക്ട് സെല്ലിംഗ് കമ്പനി ദുബായിൽ. അതിനുശേഷം ആ അവസ്ഥയിൽ നിന്ന് സിൻസിയറിറ്റിയും ജെന്യൂനിറ്റിയോടുകൂടി ബിസിനസ് ചെയ്ത് ഈ അവസ്ഥയിലെത്തി ഇപ്പോൾ നമ്മൾ. അതായത് ഇന്ന് DXN പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ റോയൽ ഫാമിലിയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാം, ദ കിങ്, ദ പ്രിൻസ് ഓഫ് ദുബായ് ആണ് ഈ നടുക്ക് നിൽക്കുന്നത്. അദ്ദേഹം ഉപയോഗിക്കുന്നതാണ് ഈ പ്രൊഡക്റ്റ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു, നിങ്ങൾക്ക് എന്നെ കാണാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാനുണ്ട്. അപ്പോ നമ്മൾ പോയപ്പോ നമ്മളെല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ടാണ് ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്നത്. ദുബായിൽ ജീവിച്ച ആളുകൾക്കറിയാം, ഇദ്ദേഹത്തെ കാണാൻ ഇവിടെ ഉള്ളതിൽ 1% പോലും സാധിക്കത്തില്ല. ഇവിടെ ലോകോത്തര കമ്പനികൾ ഇവിടെയുണ്ട്, ലോകോത്തര കോഫികൾ വിൽക്കുന്ന കമ്പനികൾ ഇവിടെയുണ്ട്. പക്ഷെ അവരെ ഒന്നും കാണാൻ ഇദ്ദേഹം തയ്യാറാവുകയില്ല. കാരണം റോയൽ ഫാമിലി അങ്ങനെയാണ്. പക്ഷെ ഡോക്ടർ ലിമ്മിനെയും നമ്മുടെ പ്രൊഡക്റ്റിനെയും അദ്ദേഹം അവരുടെ പാലസിലേക്ക് ക്ഷണിച്ചിട്ടാണ് നമ്മൾ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. എന്തിനാണ് അദ്ദേഹം ക്ഷണിച്ചത്? അദ്ദേഹം ഈ കോഫി അത്രയധികം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ സംസാരിക്കണ്ടായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിന്റെ വലിയ ഫാനാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ അങ്ങനെയാണല്ലോ, ബുർജ് ഖലീഫിന്റെ മേലെ കയറിയിരിക്കുകയും പിന്നെ ദുബായ് ഐന്റെ മേലെയൊക്കെ കയറിയിട്ടുള്ള ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പുള്ളി പറയാണ്, ജിജിത്ത്, നിങ്ങളുടെ കോഫിയാണ് എന്റെ എനർജീന്റെ 50% നിങ്ങളുടെ കോഫിയിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും തരിച്ചിരുന്നു പോയി. ഇത് ഞാൻ സ്വന്തം കേട്ട വാക്കാണ് ക്രൗൺ പ്രിൻസിന്റെ എടുക്കുന്നത്. അത് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും, പാലസിലുള്ള ആളുകൾ നമ്മൾ കോഫി ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാലസിൽ നമ്മൾ ക്ഷണിച്ചു. അവരുടെ കംപ്ലീറ്റ് അവരുടെ വലിയൊരു ഫാക്ടറി പോലെയാണ് അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിൽ മുഴുവനും മലയാളികളാണ് ഇരിക്കുന്നത്, ഓസ്ട്രേലിയൻ ഷെഫാണ് ഇരിക്കുന്നത്. നിർത്താതെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾക്ക് അവര് വിളിച്ച് നമുക്ക് തന്നത്. ഇന്നിപ്പം DXന്റെ ഫാക്ടറി ദുബായിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ 5 യൂണിറ്റ്സ് ഇതിൻ്റെ അകത്ത് DXന്റേതാണ്. അത് ഇപ്പോ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇത് ഡോക്ടർ ലിമ്മിന്, ഇത് ബുർജ് ഖലീഫ അപ്പാർട്ട്മെന്റിൽ ഡോക്ടർ ലിമ്മിന് പാലസ് നിന്ന് കൊടുത്തയച്ച ഭക്ഷണമാണിത്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ ഇദ്ദേഹത്തിന്റെ അമ്മ, പ്രിൻസിന്റെ അമ്മ വിളിച്ചു പറഞ്ഞു, ലഞ്ച് ഇന്ന് പാലസ് നിന്നാണ് കൊടുത്തയക്കുന്നത് ഡോക്ടർ ലിമ്മിന്. എന്നിട്ട് 2 പേർക്ക് കൊടുത്തയച്ച ഭക്ഷണമാണ് ഇത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, 2 പേർക്ക്. ഓക്കെ, അപ്പൊ എന്തിനാണ് പാലസിൽ നിന്ന് ഡോക്ടർ ലിമ്മിന് ഭക്ഷണം കൊടുത്തയക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് എത്രയോ കമ്പനികൾ കോഫി വെക്കുന്നുണ്ട്, എത്രയോ കമ്പനികൾ ഇവിടെ ടൂത്ത് പേസ്റ്റും സോപ്പും വെക്കുന്നുണ്ട്. പക്ഷെ എന്തിനാണ് ഡോക്ടർ ലിമ്മ് ഈ കോഫി, DXN കോഫി വിൽക്കുന്ന ഡോക്ടർ ലിമ്മിന് പാലസ് നിന്ന് കൊടുത്തയക്കുന്നത്? അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അത്രയും അവർക്ക് ഈ കോഫിയോട് നമ്മളെ പ്രൊഡക്ട്സ്, നിങ്ങൾക്ക് ഒരാൾക്കുള്ളത് ആ എഫെക്ഷൻ ഈ കമ്പനിയോടും ഡോക്ടർ ലിമ്മിനും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് അവർ. ഓക്കെ, സോ ഈ ഒരൊറ്റ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ദുബായിലൊക്കെ എന്ന് പറഞ്ഞാൽ പലരും നമ്മൾ ഈ കോഫിയെ പറ്റി, നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോൾ അയ്യോ ഇതൊക്കെ തട്ടിപ്പായിരിക്കും എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോ കണ്ട ഉടനെ തന്നെ അവർക്ക് മനസ്സിലാവും, പ്രിൻസ് ഉപയോഗിക്കണമെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് വേണ്ടെന്ന് പറയാ. മനസ്സിലായില്ലേ? ഈ ഒരൊറ്റ പിക്ചർ കൊണ്ട് ലോകം മുഴുവനും നമ്മളെ പ്രൊഡക്ട്സ് ഭയങ്കരമായ വിൽപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിൽ ഇപ്പൊ മൊറോക്കോല് ഒരു 2 വർഷം മുമ്പാണ് DXN ഓപ്പറേഷൻ തുടങ്ങിയത്. മൊറോക്കോല് ഒരു 3-4 കണ്ടെയ്നർ പ്രൊഡക്ട്സ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഇത് വിറ്റ് തീരുകയാണ്. അതായത് വാങ്ങിക്കാൻ വേണ്ടി പ്രൊഡക്റ്റ് ഇല്ല. രാവിലെ 9 മണിക്കാണ് ഓഫീസ് തുറക്കുന്നത്. രാവിലെ 6 മണി മുതൽ ആൾക്കാർ ക്യൂ ആണ് ഓഫീസിന്റെ മുന്നിൽ. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ പോയി കാണാറുണ്ടാവുമല്ലോ നമ്മുടെ കേരളത്തില്. അതിനേക്കാളും വലിയ ക്യൂ ആണ് നമ്മുടെ DXN ഓഫീസ് മൊറോക്കോല് കാസബ്ലാങ്കയുള്ള ഓഫീസിൽ കാണുന്നത്. രാവിലെ പോലീസ് വന്നിട്ടാണ് നമ്മുടെ ഓഫീസ് ചോദിക്കുന്നത് എന്താണ് ഇത് സംഭവിക്കുന്നത് ഇവിടെ, എന്തിനാ ആൾക്കാർ വരുന്ന 6 മണിക്ക് പിന്നെ ക്യൂ നിൽക്കുകയാണ്. അത് പെട്ടെന്ന് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി. 9 മണിക്ക് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എക്സാക്ട് സെയിം സിറ്റുവേഷൻ ആണ്. അപ്പോ കാരണം അവിടെ വീട്ടമ്മമാര് ഉണ്ടാക്കുന്ന പൈസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് 5 ലക്ഷം 6 ലക്ഷം രൂപയാണ് നാട്ടിലെ. ഇന്ത്യയിലുള്ള 6 ലക്ഷം രൂപയൊക്കെയാണ് ഒരു മാസം ഉണ്ടാക്കുന്നത് പലരും. ഇതാണ് സാബീൽ കോഫി. DXN പാലസിന് വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കോഫിയാണിത്. ഇത് DXN കോഫി അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നത്തെ ഒരു വലിയൊരു പ്രോബ്ലം ആയിരുന്നു സുഡാനിൽ നടന്നത്. സുഡാനിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സമയത്ത് DXNന്റെ ബിസിനസ് വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ 2-3 സ്റ്റാഫുകളെ പിടിച്ച് ജയിലിലിട്ടു.
നമ്മുടെ നിങ്ങളെ രാഹുൽ അടക്കം ജയിലിലായിരുന്നു ഒരു 2-3 ദിവസം. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഹലാലല്ല, ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബിസിനസ് പൂട്ടിച്ചു. അപ്പൊ ഞാനുണ്ടായിരുന്നു, ഞാനും പോയി. 2 ദിവസം കഴിഞ്ഞ് ഞാനും പോയി. നമ്മൾ കോർട്ടിൽ എല്ലാ ദിവസവും കോർട്ടിൽ കയറി ഇറങ്ങി. എത്ര പറഞ്ഞിട്ടും അവർ നമ്മളെ പ്രൊഡക്റ്റ് വിൽക്കാൻ സമ്മതിച്ചില്ല. സാധാരണ അവസ്ഥയിൽ പോലും പ്രൊഡക്റ്റ് വിൽക്കാൻ സമ്മതിച്ചില്ല. MLM പോയിട്ട് നേരെ അങ്ങനെ വിൽക്കാൻ പോലും പറ്റത്തില്ല, തിരിച്ചയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 10-40 ദിവസം കോർട്ടിൽ കയറി ഇറങ്ങി അവസാനം അവർ സമ്മതിച്ചു. നിങ്ങൾ വിറ്റോ മാത്രമല്ല ഡയറക്റ്റ് സെല്ലിംഗ് തന്നെ വിറ്റുള്ളൂ, ഇത് നമ്മുടെ മിസ്റ്റേക്കാണ്, നമുക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റും റിലീസ് ചെയ്തിട്ട് നമ്മൾ വിൽക്കാൻ അനുവദിക്കുകയായിരുന്നു സുഡാനിൽ ചെയ്തത്. 10-40 ദിവസം നമ്മൾ എല്ലാ ദിവസവും കോർട്ടിൽ പോയി ഇറങ്ങിയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അതിന് പുറമെ DX അവിടെ സുഡാനിലെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾക്ക് പ്രൊഡക്റ്റ് അങ്ങോട്ട് അയക്കുക, പൈസ മലേഷ്യയിൽ അയക്കാൻ പറ്റാത്തൊരവസ്ഥ. 6-7 മാസം പൈസ അയക്കാൻ പറ്റാതെ പ്രൊഡക്ട്സ് വരിക മാത്രം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോ എല്ലാ കമ്പനികളും പൂട്ടിപ്പോയി സുഡാനിലെ. പക്ഷെ ഡോക്ടർ പറഞ്ഞു പൂട്ടാൻ പാടില്ല, കാരണം എത്രയോ മെമ്പേഴ്സ് DXന്റെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് ജീവിക്കുന്നുണ്ട് അവിടെ. അപ്പൊ അവര് എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം ഞാൻ പ്രൊഡക്റ്റ് അയച്ചുകൊണ്ടിരിക്കും. പ്രോബ്ലം അവിടുത്തെ കണ്ടില്ല ശരിയാകുന്നത് വരെ ഒന്നും പേടിക്കേണ്ട, പ്രൊഡക്റ്റ് അയച്ചുകൊണ്ടിരിക്കുക, പ്രോഫിറ്റ് വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പ്രോഫിറ്റ് അല്ല, പൈസ പോലും തിരിച്ച് മലേഷ്യക്ക് അയക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 9-10 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രോബ്ലം ശരിയാവുകയും അത് DX സുഡാനിലെ പ്രോബ്ലം സോൾവ് ആവുകയും ചെയ്തത്. ഞാൻ എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും എല്ലാ കമ്പനികളും ചെയ്യുന്ന കാര്യങ്ങളല്ല. ഒരു മാർക്കറ്റിൽ പോയി മാർക്കറ്റ് തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് എല്ലാ കമ്പനികളുടെയും പോളിസി. പക്ഷെ ഡോക്ടർ എമ്മിന്റെ പോളിസി അതല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാ മെമ്പേഴ്സും ഡോക്ടർക്ക് ഫാമിലി മെമ്പേഴ്സാണ്. അപ്പൊ ഒരാൾക്ക് ഒരു പ്രോബ്ലം വരുമ്പം, ഒരു ഫാമിലിക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ അത് വിട്ടുകൊടുകയല്ല, പക്ഷെ അതിനെ നിന്ന് ഫൈറ്റ് ചെയ്ത് പ്രോബ്ലം ശരിയാക്കുക എന്നുള്ളതാണ് ഡോക്ടർ ലിബിന്റെ പോളിസി. പേഷ്യൻസോടുകൂടി ആ പ്രോബ്ലം സോൾവ് ചെയ്ത് നമ്മൾ സുഡാനിലെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആണ് നമ്മുടെ അയൽരാജ്യം പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇന്ത്യക്കാരനാണ്. ഓക്കെ, ഞാനാണ് പാകിസ്ഥാൻ തുടങ്ങണം എന്ന് പറഞ്ഞ് ഡോക്ടർ ലിമിന്റെ അടുത്ത് പോകുന്നത്. കാരണം ഇന്ത്യയിൽ നന്നായി നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പാകിസ്ഥാനിലെ MLM ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ലാഹോർ ഹൈക്കോർട്ടിന്റെ ഓർഡർ ഉണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ ഡോക്ടറോട് പറഞ്ഞു നമുക്ക് തുടങ്ങാം. ഡോക്ടർ പറഞ്ഞു നിനക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ പോയി തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോ അവസാനം എനിക്ക് വിസ കിട്ടത്തില്ല. വിസ കിട്ടാതെ കോൺസുലറോടൊക്കെ പറഞ്ഞ് അവിടെ ഒരു എക്സ്പോ കാണാൻ പോകുന്നത് പോലെ പോയി അവിടെ നമ്മൾ കമ്പനി തുടങ്ങി. 97 ബിസിനസ് തുടങ്ങി. ഇന്ന് അവിടെയും ഇതുപോലെ ഒരു ആൾക്കാർ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. കാരണം MLM കമ്പനി എന്ന് പറഞ്ഞാൽ അവിടെ ഇതുപോലെ കേരളത്തിലെ പോലെ പണ്ട് ഉണ്ടായ പോലെ തട്ടിപ്പൊക്കെ നടത്തിയിട്ടുള്ള കമ്പനികളാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബിസിനസ് തുടങ്ങി, ഒരു ബിസിനസ്സും ഇല്ല. 1-2-3 വർഷം വളരെ ചെറിയ ബിസിനസ് മാത്രമേ നമ്മൾക്ക് പാകിസ്ഥാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം ജനങ്ങൾക്ക് മനസ്സിലായി DX സ്റ്റേബിൾ കമ്പനിയാണെന്ന് മനസ്സിലായതിനു ശേഷം ഭയങ്കരമായ സെയില് ബൂസ്റ്റിങ് നടന്നു. മെല്ലെ ബിസിനസ് ഗ്രോ ചെയ്തു. അവിടുത്തെ ഗവർണർ എടുക്കുന്ന DXന് ബെസ്റ്റ് ബ്രാൻഡ് എന്നുള്ള അവാർഡ് പോലും നമുക്ക് കിട്ടുകയുണ്ടായി പാകിസ്ഥാനിൽ. ഇന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് ഇൻ പാകിസ്ഥാൻ ആണ് DX. ഏതൊക്കെ മാർക്കറ്റിൽ നമ്മൾ പോയാലും അവിടെ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുന്നതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ DXന് എല്ലാ വിധത്തിലും എക്വിപ്ഡ് ആണ്. അതായത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ആയാലും പ്രൈസിങ് ആയാലും സിസ്റ്റം ആയാലും മാനേജ്മെന്റ് ആയാലും എല്ലാം കൊണ്ടും DXN മികച്ചു നിൽക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ടാണ് എവിടെയൊക്കെ ചെന്ന് എന്തൊക്കെ പ്രോബ്ലത്തിന് നമ്മൾ ഫേസ് ചെയ്താലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് DXN ഉണ്ടാകുന്നത്. ഏത് മാർക്കറ്റിൽ പോയി ഒരു 4-5 വർഷം ഒരു ബിസിനസ് ഇല്ലെങ്കിൽ പോലും DXN പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം DXN ഈസ് ഫിനാൻഷ്യലി വെരി സ്റ്റേബിൾ. ഒരു സ്ഥലത്തും നമ്മൾ കടം വാങ്ങിച്ചിട്ടോ ആളെ പറ്റിച്ചിട്ടോ ബിസിനസ് ചെയ്യാറില്ല. ഇന്ത്യ റീക്ലൈംഡ്, നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു 5-6 വർഷം മുമ്പ് ഇന്ത്യയിലെ ഒരു ബിഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു, മാനേജ്മെന്റ് പ്രോബ്ലം ഉണ്ടായി. അപ്പോ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10 കോടിയുടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പൊ ഏകദേശം സ്പ്ലിറ്റായി DXN പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയെത്തിയിരുന്നു. എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ DXന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ജീവിതം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോ കുറെ ലീഡേഴ്സിന് മനസ്സിലാകുന്നില്ല എന്താണ് നടക്കുന്നതെന്ന്. അപ്പം ഞാനുണ്ടായിരുന്നു, മിസ്റ്റർ റഫീഖ്, SCTO, അങ്ങനെ കുറെ ആളുകൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നു, പുതിയ കമ്പനി ഉണ്ടാക്കുന്നു. എന്നിട്ട് പ്രൊഡക്റ്റ് അപ്രൂവൽ ഇല്ല ആ കമ്പനിക്ക്, അത് മുഴുവനും മെല്ലെ നമ്മൾ തിരിച്ചു പിടിക്കുന്നു. എല്ലാ ലീഡേഴ്സും DXനെ മെല്ലെ മനസ്സിലാക്കി തിരിച്ചു വരുന്നു.
അപ്പൊ അങ്ങനെ അതൊരു വലിയ ക്രൈസിസ് ആയിരുന്നു. അതായത് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റിൽ നിന്നും പറക്കുന്ന വേറെ ഒരു ഫ്ലൈറ്റിലേക്ക് പാസഞ്ചേഴ്സിനെ മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആ സിറ്റുവേഷൻ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയി തരണം ചെയ്തു. എല്ലാ പ്രോബ്ലത്തിനെ അതിജീവിച്ച് നമ്മൾ വീണ്ടും DXN സെയില് പണ്ടത്തേതിനേക്കാൾ ഇരട്ടിയിലധികം സെയിലായി. ഇന്ന് എത്രയോ ആളുകൾ അവരുടെ ജീവിതം സ്റ്റിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇതുപോലത്തെ കഥകൾ പറയാൻ വേറെ ഒരുപാട് കമ്പനികൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് നിങ്ങൾക്കാണ് 21 വർഷം 20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ലീഡേഴ്സ് തന്നെയാണ് ഇന്നും ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്നെ കാണിക്കുന്നത് അവരുടെ വിശ്വാസം, അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് അത് ഇത്രത്തോളം മികച്ചതാണ്, അല്ലെ അവരുടെ വിശ്വാസം എത്ര വലുതാണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. കാരണം ഒരുപാട് കമ്പനികൾക്ക് ഇത്രയും സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ DXN അത് സാധിക്കുന്നതിനുള്ള കാരണം DXN എല്ലാ വിധത്തിലും ഒരു 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 സക്സസ്ഫുൾ അല്ലെങ്കിൽ വളരെയധികം ഉത്കൃഷ്ടമായ ഒരു കമ്പനിയാണ് എന്ന ഒരു കാരണം കൊണ്ടാണ് DXN സാധിക്കുന്നത്. സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ് നടത്തിയിട്ടാണ് ഇന്ത്യയിൽ DXN തിരിച്ചു വന്നത്. ഇന്ന് ബെസ്റ്റ് പെർഫോമിംഗ് കമ്പനീസിൽ ഒരെണ്ണമാണ് ഇന്ത്യയിൽ DXN. ഗൾഫിൽ DXN ഇസ് ദ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി. വേറെ പല കമ്പനികളോട് വന്നിട്ട് പൂട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പൊ തന്നെ വർക്ക് ചെയ്യുന്നതിൽ പല കമ്പനികളും DXNന്റെ 7 അയലത്ത് പോലും എത്താൻ സാധിക്കില്ല. ഇന്നും ഒരു ഗൾഫ് കൺട്രിയിലും ഇന്ന് ഏകദേശം 100-ലധികം ഓഫീസുകൾ, ഞാൻ പറഞ്ഞില്ല നമ്മൾ തുടങ്ങുമ്പോൾ വളരെ ചെറിയൊരു ഓഫീസ് തുടങ്ങിയതാണ്. ഇന്ന് 1 മില്യൺ, അതായത് 10-12 ലക്ഷത്തിലധികം മെമ്പേഴ്സ് ഇന്ന് ഗൾഫിലുണ്ട് DXN. എല്ലാ എമിറേറ്റ്സിലും എല്ലാ സിറ്റിയിലും ഗൾഫിൽ DXN ഓഫീസുകളുണ്ട്. 100-ലധികം ഓഫീസുകൾ DXN ഇന്ന് മിഡിൽ ഈസ്റ്റിലുണ്ട്. അത് ജോർദാനായാലും യമനിലായാലും പല രാജ്യങ്ങളിലും, സൗദി അറേബ്യ, ഇറാഖ്, സിറിയ, ഇവിടെ അടക്കം DXNന്റെ ഓഫീസുകളുണ്ട്. സോമാലിയയിലടക്കം DXN ഓഫീസുകളുണ്ട്. ഫിലിപ്പീൻസ്, നമ്മൾ പണ്ട് ഒരു വലിയൊരു DXNന്റെ ഒരു മാനേജർ ഉണ്ടായിരുന്നു, ഒരു മാർക്കറ്റിംഗ് കോർഡിനേറ്റർ. അദ്ദേഹം DXN വിട്ടപ്പോ ഫിലിപ്പീൻസിലുള്ള കുറെ മെമ്പേഴ്സിനെയും കുറെ സ്റ്റാഫിനെയും അദ്ദേഹം കൂടെ കൊണ്ടുപോയി. DXN ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. അപ്പൊ ആ രാജ്യത്തിന്റെ DXNന്റെ ബിസിനസ് വളരെ ഷേക്കിയായി. അപ്പോ ഡോക്ടർ ലിം സ്വന്തം ഫിലിപ്പീൻസിൽ പോയി കൺട്രി മാനേജറായി ഇരുന്നിട്ടാണ് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തത്. പലരും വിചാരിച്ചു DXN ഫിലിപ്പീൻസ് കൂട്ടിപ്പോകും. പല പല അലിഗേഷൻസ് ആയിരുന്നു. DXNന്റെ പ്രൊഡക്ട്സ് പൊട്ടയാണ്, DXNന്റെ കോഫി മാർക്കറ്റിൽ നിന്ന് വേറെ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് DXN വെക്കുന്നത്, ഇങ്ങനെ പല പല അലിഗേഷൻസ് ഉണ്ടായി. പക്ഷെ അതിനൊക്കെ ചലഞ്ച് ഒക്കെ ഫേസ് ചെയ്ത് DXN ഇന്ന് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഫിലിപ്പീൻസിൽ. വൺ അമംഗ് ദ ടോപ്പ് 3 കമ്പനീസ് ആണ് DXN ഇൻ ഫിലിപ്പീൻസ്. ജോർദാൻ നമ്മളൊരു 2007 അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഏകദേശം ഒരു 7-8 വർഷത്തോളം DXNന്റെ ബിസിനസ് വളരെ ചെറുതായിരുന്നു. ഒരു $3000-4000 മാത്രമേ ഒരു മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നു. ഒരു ലേഡി ലീഡർ അവിടെ എമേർജ് ചെയ്തു, ഹുദ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സ്ത്രീ ഒറ്റക്ക് ഈ ബിസിനസ് 3000 ഉണ്ടായിരുന്ന ബിസിനസ് 2 ലക്ഷം ദിർഹംസിലേക്ക് ബിസിനസിനെ കൊണ്ടുപോയി ആ സമയത്ത്, ഒറ്റക്ക് സ്വന്തമായിട്ട്. അപ്പൊ അങ്ങനെ ആണ് ജോർദാൻ DXN തിരിച്ചു പിടിക്കുന്നത്. ഇന്ന് ജോർദാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു $1 മില്യൺ സെയിൽ ചെയ്യുന്നുണ്ട് ജോർദാനിൽ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് DXN മിഡിൽ ഈസ്റ്റിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്പ് 2011 2009 DXN യൂറോപ്പിൽ പോകുന്നത്. ഹംഗറിയിലാണ് DXN ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റോക്കിസ്റ്റ് മാനേജ്മെന്റ് ശരിയല്ലാതാവുകയും പല ഓഫീസുകളുടെയും പ്രവർത്തനം താറുമാറിലാവുകയും അങ്ങനെ ഡോക്ടർ എന്നോട് യൂറോപ്പിൽ പോയി എല്ലാ മാർക്കറ്റും ടേക്ക് ഓവർ ചെയ്യാൻ പറയുകയാണ്. അപ്പൊ ഞാൻ യൂറോപ്പിൽ പോന്നു. എനിക്ക് ഭാഷ അറിയില്ല, അവിടുത്തെ ഭാഷ എല്ലാം ഇംഗ്ലീഷല്ല യൂറോപ്പിലുള്ളത്, ഭാഷ അറിയില്ല. എങ്ങനെ ഒരുപാട് പേർക്ക് ബോണസ് കിട്ടാതെയുണ്ട്, അവർക്കൊക്കെ ബോണസ് കൊടുക്കണം, പുതിയ കമ്പനി സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്തു. കുറച്ച് ലീഡേഴ്സും കുറച്ച് മെമ്പേഴ്സും കൂടെ നിന്നുകൊണ്ട് നമ്മൾ യൂറോപ്പ് റീസ്റ്റെബിലൈസ് ചെയ്യാണ്. കുറച്ച് കൺട്രീസ് ഓപ്പൺ ചെയ്തു. ചെക്ക്, സ്ലോവാക്യ, ഓസ്ട്രിയ, ജർമ്മനി, അങ്ങനെ സ്ലോലി ഇറ്റലി, ഗ്രീസ്, ബൾഗേറിയ, പിന്നെ ഇപ്പോ UK സർവീസ് സെന്റർ ഉണ്ട്, സ്വീഡനിൽ സർവീസ് സെന്റർ ഉണ്ട്, ബെൽജിയത്തിൽ സർവീസ് സെന്റർ ഉണ്ട്, ഫ്രാൻസിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നു.
അപ്പോൾ ഇപ്പൊ ഏകദേശം 2 മില്യൺ യൂറോയിലധികം ഏകദേശം സെയില് തിരിച്ചു വന്നു യൂറോപ്പിൽ. അപ്പൊ ഏതൊക്കെ രാജ്യത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും DXN അവിടെയൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രസന്റേഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതെന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കും ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ മാർക്കറ്റിൽ ഫേസ് ചെയ്യും. ആളുകൾ നിങ്ങളെ റിജക്ട് ചെയ്യും. ഇപ്പം ഇവരൊക്കെ നമ്മൾ ടോപ്പ് ലീഡേഴ്സ് ഒക്കെ ഫേസ് ചെയ്ത പോലെ ഗവൺമെന്റിന്റെ അകത്ത് ചിലപ്പോൾ പ്രോബ്ലംസ് വരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, ഈ ബിസിനസ്സിൽ പ്രോബ്ലം ബിസിനസിന്റെ കൂടപ്പുറപ്പാണ്. കാരണം ഇത് സാധാരണ ബിസിനസ് അല്ല, ആളുകൾക്ക് ഇന്നും മനസ്സിലാകാത്ത ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ വളരെയധികം ഒരു നോബിൾ ബിസിനസ് മോഡലാണിത്. കാരണം നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ 10,000-കണക്കിന് ഫാമേഴ്സ് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഒരു വർഷം. 10,000 അല്ല, ലക്ഷക്കണക്കിന് ആത്മഹത്യ ചെയ്യുന്നുണ്ട് മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും അവിടെയൊക്കെ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്രോപ്പിന് വില കിട്ടാത്തതുകൊണ്ടാണ്. അവർ കടം വാങ്ങി കൃഷി ചെയ്യും, പക്ഷെ വിൽക്കാൻ നോക്കുമ്പോൾ വിലയുണ്ടാകത്തില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ലോൺ അടച്ച് തീർക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് വേറെ വഴിയൊന്നുമില്ല. അവർ ഇല്ലിറ്ററേറ്റുള്ള ആളുകളാണ്, അവർ ആത്മഹത്യയാണ് ചെയ്യുന്നത്. കാരണം ബാങ്ക് വന്ന് ജപ്തി ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവര് സാധനം ഉണ്ടാക്കുന്നു, മാർക്കറ്റിൽ സാധനം വേണം, പക്ഷെ ഇതിന്റെ ഇടയിലുള്ള മിഡിൽ മെൻ ആണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. അവർ ഇതിനെ പൂഴ്ത്തി വെക്കുകയും അല്ലെ അവരതിന്റെ മാർക്കറ്റിന് വിലയിടിക്കുകയും ചെയ്തിട്ട് അത് ഫാമേഴ്സിന് വില കിട്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. തക്കാളി ഉണ്ടാക്കുന്നു, തക്കാളി എല്ലാവരും ഉപയോഗിക്കേണ്ട എല്ലാ ദിവസവും. പക്ഷെ എന്തുകൊണ്ടാണ് തക്കാളിക്ക് വില കുറയുന്നത്? ഉള്ളി ചിലപ്പം വില കുറയുന്നു, കോട്ടണ് വില കുറയുന്നു. അപ്പൊ ഈ ഫാമേഴ്സിന് പൈസ കിട്ടുന്നില്ല. അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ DXN ഇപ്പൊ ഡോക്ടർ ലിം ഇതിനിടയിൽ ഒരു കാര്യം ചെയ്തു. തെലങ്കാനയിൽ നമ്മളൊരു പുതിയ ഫാമും ഫാക്ടറി ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് DXN എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് മോറിൻസിയുടെ പ്ലാന്റ്, അതായത് നോണി പ്ലാന്റ് കുറെ ഫാമേഴ്സിന് ഫ്രീ കൊടുത്തു. എന്നിട്ട് അവർക്ക് ഒരു പ്രോമിസ് കൊടുത്തു, നിങ്ങൾ ഈ കൃഷി ചെയ്തിട്ട് മോറിൻസി നോണി ഫ്രൂട്ട് ഉണ്ടാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരിക, അതിനൊരു ഫിക്സഡ് റേറ്റ് വെച്ചിട്ട് ഞാൻ എടുത്തോളാം, DXN എടുത്തോളൂ. അപ്പൊ അങ്ങനെ കുറെ ഫാമേഴ്സ് ഇപ്പൊ അത് കൃഷി ചെയ്യുന്നുണ്ട്. അവർക്ക് എന്താണ്? അവർക്ക് പേടി വേണ്ട. എത്ര ലോൺ എടുത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും സാധനം DXN കൊണ്ട് കൊടുത്താൽ DXN വാങ്ങിച്ചിരിക്കും ഫിക്സഡ് പ്രൈസിന്. ഓൾറെഡി എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു ചെറിയൊരു മൂവാണ് DXNന്റെ ഭാഗത്തുനിന്ന്. എന്തിനാണ്? ഒരു MLM കമ്പനിയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് എന്തിനാണ് ഇന്ത്യൻ ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഡോക്ടർ ലിം ചെയ്യുന്ന ഒരു ചെറിയൊരു ഗസ്റ്ററാണത്. ഇതന്നെയാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സും. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്താണ് ചെയ്യുന്നത്? ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്ലാന്റ് ചെയ്യുന്നു, കൾട്ടിവേറ്റ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു. ഒരു മിഡിൽ മെന്നും ഇല്ല. മിഡിൽ മെൻ ആരാണ്? നിങ്ങൾ തന്നെയാണ് മിഡിൽ മെൻ. നിങ്ങൾ തന്നെയാണ് കൺസ്യൂമറും. മാർക്കറ്റ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതുമായ പൈസ മുഴുവനും നമ്മൾ തിരിച്ച് കൺസ്യൂമേഴ്സിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഉത്കൃഷ്ടമായ പ്രൊഡക്റ്റ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു, അതിന്റെ മാർക്കറ്റിംഗ് പൈസയും നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇതാണ് ഡയറക്ട് സെല്ലിംഗ്. ഇത് അറിയാതെയും ഇതിനെ മിസ്യൂസ് ചെയ്തതും കൊണ്ടാണ് ഇന്ന് മാർക്കറ്റിൽ മുഴുവനും പല കമ്പനികളും അല്ലെ പല ഗവൺമെന്റും ഈ ഇൻഡസ്ട്രിക്കെതിരെ തിരിയുകയും അത് ചെയ്യുന്ന ആളുകളെ പിടിച്ചിട്ട് ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ പോലീസ് കേസ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ഇന്ന് ഇന്ത്യയിൽ ഇപ്പൊ നിയമം വന്നു കഴിഞ്ഞു. കേരളത്തിലെ നിയമം വന്നു, ഇപ്പൊ ഇന്ത്യയിലടക്കം നിയമം വന്നു. ഡയറക്ട് സെല്ലിംഗ് കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് നിയമം വന്നു. മറ്റു പല രാജ്യങ്ങളിലും അങ്ങനെ നിയമമുണ്ട്. സിംഗപ്പൂർ ആയാലും മലേഷ്യ ആയാലും ഈവൻ യൂറോപ്പിലടക്കം വളരെയധികം റെഗുലേറ്റ് ചെയ്തതാണ് ഈ ബിസിനസ്. പക്ഷെ കേരളത്തിൽ എന്നാലും ഏത് തട്ടിപ്പ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചാടി വീഴുന്നത് മലയാളിയാണ്. കാരണം മലയാളി വളരെ ബുദ്ധിമാന്മാരാണെങ്കിലും പലപ്പോഴും എന്തുകൊണ്ടോ ഇതുപോലുള്ള എല്ലാ കെണികളിലും ടോട്ടൽ ഫോർ ഈ തട്ടിപ്പും അതുള്ള എല്ലാ തട്ടിപ്പിലും പോയി വീഴുന്നതും മലയാളി തന്നെയാണ്. പക്ഷെ നല്ല ഒരു ബിസിനസ് വന്നാലോ ചില സമയത്ത് അവർ സ്വീകരിക്കുകയുമില്ല. അപ്പൊ DXN എന്ന് പറയുന്ന വളരെ നല്ലൊരു പ്രസ്ഥാനം ഇത്രയും വർഷം, ഈ 20 വർഷമായി 21 വർഷമായി ഇന്ത്യയിലും കേരളത്തിലും ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും നിങ്ങൾ ഈ ബിസിനസ് എടുത്തിട്ട് ഒരാളെടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമാണ് ബിസിനസ് ചെയ്യാൻ വേണ്ടി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ സംശയത്തോടു കൂടി മാത്രം കാര്യങ്ങളെ കാണും, മലയാളി പ്രത്യേകിച്ചിട്ട്. പക്ഷേ ഒരു വട്ടം മനസ്സിലായി കഴിഞ്ഞാൽ അവരത് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. പക്ഷെ DXN വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഞാനിപ്പോ പറഞ്ഞ അതേ എക്സാമ്പിളാണ് DXN കിമോണോ ഇറക്കിയിരിക്കുന്നത്. കിമോണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശൂന്യ പ്രോഗ്രാമിന് വേണ്ടി അദ്ദേഹം ഡോക്ടർ ലിം ഇറക്കിയിരിക്കുന്നതാണ് കിമോണോ. ഒരു ഡ്രസ്സാണ്, കോട്ട് പോലത്തെ ഒരു ഡ്രസ്സ്. അതിലൂടെ ഒരു കിമോണോ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ $10 ഇന്ത്യയിലുള്ള ഫാമേഴ്സിന് ഡോക്ടർ സംഭാവനയായിട്ട് കൊടുക്കുന്നത്. അതായത് കോട്ടൺ ഫാമേഴ്സ് ഇഷ്ടംപോലെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അവരെ സംരക്ഷിക്കാനാണ് ഈ കിമോണോ ഇറക്കിയിരിക്കുന്നത്. അല്ലാതെ
DXN പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ കിമോണോ ഇപ്പൊ ലോകം മുഴുവനും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നാണ് അത് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഡോക്ടർ ലിം പറയുന്നത് പോലെ എന്റെ രണ്ടാമത്തെ രാജ്യമാണ്, എന്റെ രണ്ടാമത്തെ വീടാണ് ഇന്ത്യ. മലേഷ്യ ആദ്യത്തെ വീട്, രണ്ടാമത്തെ വീടാണ് ഇന്ത്യ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം പഠിച്ചത് ഖരഗ്പൂരിലാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് IIT-യിലാണ് അദ്ദേഹം പഠിച്ചത്, ടെക്നോളജിയിൽ. വളരെയധികം മാർക്കോടുകൂടി സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ഒരു സ്റ്റുഡന്റ് ആണ് ഡോക്ടർ. അദ്ദേഹം സെറ്റ് ചെയ്ത കമ്പനിയാണ് DXN. ഇന്ത്യയോട് ഏറ്റവും അധികം ഫാക്ടറി ഇന്ന് DXN ഉള്ളത് ഇന്ത്യയിലാണ്, മലേഷ്യയിലല്ല, ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തെലങ്കാനയിൽ ഫാക്ടറി തുടങ്ങി ഓൾറെഡി. പോണ്ടിച്ചേരിയിലുണ്ട്, ബത്തിയിലുണ്ട്, ആസാമിലുണ്ട്. ഇവിടെയൊക്കെ DXN ഫാക്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പം ഇന്ത്യയിലുള്ള എല്ലാ മെമ്പേഴ്സിനും വളരെയധികം കോൺഫിഡൻസോട് കൂടി ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് DXN. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മറ്റുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു വിൽക്കുന്ന ഒരു കമ്പനിയല്ല DXN പ്രൊഡ്യൂസ് ചെയ്ത് DXN ഇവിടെ തന്നെ വിൽക്കുന്ന ഒരു കമ്പനിയാണ് DXN. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് പോലും ഇനി അടുത്ത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേറെ ഒരു ഇൻസിഡന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഈ DXN ബിസിനസിന്റെ ഉത്കൃഷ്ടത. അതായത് ഒരു ഡോക്ടർ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരിക്കലും ഡോക്ടറായി മാറാൻ പറ്റില്ല. ഒരു എഞ്ചിനീയറുടെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരിക്കലും എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് പെൻഷൻ ആണെങ്കിൽ അത് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം. അങ്ങനെയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്, അല്ലെ? എത്രയോ നല്ല നിലയിൽ ജീവിച്ചിരുന്ന ആളുകള് അവരുടെ വിയോഗത്തോടു കൂടി അവരുടെ ഭാര്യമാരും അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളും അനാഥരാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരാളെ കാണാം. ഈ ഞാൻ ഏറോ ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ബോൾഡ് ഹെഡ് ആയിട്ട് താഴെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുഗെയ്ദ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഡയമണ്ട് ആയിരുന്നു. 2007 ഇന്ത്യയിൽ വന്ന ടീമാണിത്. ഇദ്ദേഹം യമൻ എയർഫോഴ്സിലെ പൈലറ്റ് ആയിരുന്നു. MiG-21 ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു പൈലറ്റാണ് ഇദ്ദേഹം. ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോ 2007 ഒരു പ്ലെയിൻ ക്രാഷിൽ ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടു. അപ്പൊ അന്ന് മരിക്കുമ്പോ ഇദ്ദേഹം ഒരു ഡയമണ്ട് ആയിരുന്നു DXN-ന്റെ. ഇദ്ദേഹത്തിന്റെ ഇൻകം ഏകദേശം $900 ആയിരുന്നു. $900 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 65,000 രൂപ വരും ഇന്ത്യയിലെ. വലിയ ശമ്പളമാണ് അന്ന്. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് 2 ചെറിയ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അവരുടെ കുടുംബം DXN-ന്റെ PV ചെയ്യും. 2016 ഇത് നിങ്ങൾക്ക് കാണാം, അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് കാണാം, DXN യമൻ. 2016 അദ്ദേഹം 2007 മരിച്ചിട്ട് 2016 ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക്. അദ്ദേഹത്തിന്റെ ബോണസ് ഇവിടെ നിങ്ങൾക്ക് കാണാം, $1,769 ഉയർന്നു. 2016 2007 മരിച്ച ആളുടെ ബോണസ് ആണ് 2016 ഏകദേശം നേരെ ഇരട്ടിയായി. ഓക്കെ, അത് 2016. ഇത് 2022, അതായത് ഈ വർഷം മാർച്ചിലെ ബോണസ് ആണ് ഇത്. അതേ ആള് ഇവിടെ നിങ്ങൾക്ക് കാണാം, അബ്ദുഗെയ്ദ് അഹമ്മദ് അൽ മുആഫ, DXN യമൻ, സന. അദ്ദേഹത്തിന്റെ ബോണസ് ഈ മാർച്ചിൽ ഉണ്ടായത് $3,368 മാറി. ആള് മരിച്ചിട്ട് ഇപ്പം 10-13 വർഷമായി. 15 വർഷമായി. 15 വർഷം മുമ്പ് മരിച്ച ആളുടെ ബോണസാണ് വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ ജീവിച്ചിരിപ്പില്ല. ജസ്റ്റ് PV ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കുടുംബമാണ്. അവർക്ക് കിട്ടുന്ന $3,368 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2.5 ലക്ഷം രൂപയായി. 2.5 ലക്ഷത്തിലധികം രൂപയായി, ഇന്ത്യൻ രൂപ. 2.5 ലക്ഷം രൂപ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും DXN. ഈ സന എന്ന് പറയുന്ന യമൻ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെയുള്ള ആളുകൾ, ഇതിനിടയിൽ ഞാൻ വായിച്ചിരുന്ന ഒരു കവി അദ്ദേഹത്തിന്റെ ബുക്കുകൾ മുഴുവൻ വിറ്റു. എന്തിനാണെന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടിയിട്ടും. അരി വാങ്ങാൻ പൈസയിലായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ബുക്കുകളും അദ്ദേഹം മാർക്കറ്റിൽ വിൽക്കുകയാണ്. ആ രാജ്യത്ത് ആണ് ഒരു വിധവ വാങ്ങിക്കുന്ന പൈസയാണ് ഏകദേശം 2.5 ലക്ഷം രൂപ. അവിടുത്തെ പ്രസിഡന്റിന് ഈ ശമ്പളം ഇല്ല ഇന്നിപ്പോ. കാരണം ഒരു എയർക്രാഫ്റ്റ് അവിടെ ഇല്ല. കാരണം എല്ലാ എയർപോർട്ടുകളും അടച്ചിരിക്കുകയാണ്, അവിടെ ഒന്നും നടക്കുന്നില്ല. എന്നിട്ടും DXN-ന്റെ ബിസിനസ് അവിടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ DXN എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് ആണ് ഇത് കാണിക്കുന്നത്. സിസ്റ്റത്തിന്റെ സുപ്പീരിയോറിറ്റിയാണ് കാണിക്കുന്നത്. നമ്മൾ ചുമ്മാ കോഫി വിൽക്കുന്ന കമ്പനി അല്ലെ ടൂത്ത് പേസ്റ്റ് വിൽക്കുന്ന കമ്പനി അല്ല ഇത് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു മനുഷ്യന് ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രദാനം ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണിത്.
അത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ മാത്രമേ ഇതിൽ സക്സസ് ആകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരാളടുത്ത് പോകുമ്പോൾ ഇതൊന്നും നടക്കത്തില്ലെന്നേ എന്ന് പറയുമ്പോൾ വിട്ട് പോകേണ്ടതല്ല ഇത്. നിങ്ങൾ ഇതൊക്കെ ഓർക്കണം. അപ്പോൾ ഈ അബ്ദു മോഹഫയുടെ വൈഫും കുട്ടികളും ഇന്നും യമനില് 2007 മരിച്ച അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ന് രാജകീയമായ ജീവിതമാണ് ജീവിക്കുന്നത്. 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലും നിങ്ങൾക്ക് രാജകീയ ജീവിതം ജീവിക്കാലോ. യമനിൽ അതിനേക്കാളും വലിയ ജീവിതമാണ് ജീവിക്കാൻ പറ്റുന്നത്. കാരണം അവിടെ സാധാരണക്കാരന് കിട്ടുന്നത് $100 പോലും ഒരു ശമ്പളം കിട്ടുന്നില്ല. അവിടെയാണ് ഇദ്ദേഹം $3600 ശമ്പളം വാങ്ങിക്കുന്നത്. ഒന്നും ചെയ്യാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് DXN. ഇതിൽ കൂടെ നിങ്ങൾക്ക് ഹെൽത്ത് ആയാലും വെൽത്ത് ആയാലും ട്രാവലിംഗ് ആയാലും സോഷ്യൽ സർവീസ് ആയാലും. ഇപ്പൊ DXN ഇതിനിടയിൽ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇംസാമുമായിട്ട്. അതായത് കോടാനുകോടി കുട്ടികൾ ഇന്ന് ലോകത്ത് മാൽ ന്യൂട്രീഷൻ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടും ഭക്ഷണം ഉണ്ടായിട്ടും പ്രോട്ടീൻ അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ ഇല്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ പാകിസ്ഥാനിലൊക്കെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്, രാത്രി കണ്ണ് കാണത്തില്ല. അപ്പം ഇന്ത്യയിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ അത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കുട്ടികൾക്ക് വെറുതെ ഫ്രീ ആയിട്ട് സ്പൈറലിന കൊടുക്കാനുള്ള ഒരു പ്രൊജക്ട് DXN തുടങ്ങിയിരിക്കുകയാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടർ ലിമിനെ ഇംസാം യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ഇംസാം. അദ്ദേഹത്തിന് ഡോക്ടർ ലിമിനെ ബ്രാൻഡ് അംബാസിഡർ ആക്കി മാറ്റുകയും നമ്മൾ ഇന്ന് പല സ്ഥലങ്ങളിലും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫ്രീ സ്പൈറലിന. നിങ്ങൾക്കും അത് ആരംഭിക്കാം. നിങ്ങൾക്ക് കേരളത്തിൽ നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ കഷ്ടപ്പെടുന്ന കുറെ കുട്ടികൾക്കും ഈ പ്രത്യേകിച്ച് ഈ വയനാട് ഏരിയകളിലൊക്കെ പോഷകാഹാരങ്ങൾ കിട്ടാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാം. നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മൾ അവർക്ക് ഫ്രീ സ്പൈറലിന പൗഡർ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം നമ്മളെ. നിങ്ങൾ ഇന്ത്യൻ മാനേജ്മെന്റിനെ അറിയിക്കുക. നമുക്ക് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് അത് സപ്ലൈ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് DXN ഒരുക്കി തരുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ സർവീസുകളും പ്രൊജക്ട്സുകളും ചെയ്യുന്ന ഒരു ലോകത്തിലെ തന്നെ വളരെയധികം വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് DXN. ഇപ്പം ബൊളീവിയയിലും പെറുവിലൊക്കെ എന്ന് പറഞ്ഞാല് ആളുകള് DXN എന്ന് പറഞ്ഞാൽ DXN പ്രൊഡക്ട്സ് എത്താത്ത വീടുകളില്ല. അവിടെയൊക്കെ എല്ലാവരും DXN പ്രൊഡക്റ്റ് കഴിക്കുന്നവരാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ബിസിനസ് ചെയ്യുന്നത് ബീഹാറാണ്. എന്തുകൊണ്ടാണെന്ന്? ബീഹാർ ഇത്രയധികം ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? ബീഹാർ ഏകദേശം ഇന്ത്യയിൽ നടക്കുന്ന ബിസിനസിന്റെ പകുതിയും ബീഹാറിലാണ് നടക്കുന്നത്. കാരണം അവർ മലയാളികളെ പോലെ അധികം ചിന്തിച്ച് ഒരുപാട് കാൽക്കുലേഷൻസ് നടത്തിയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നത്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കും, അത് ഫോളോ ചെയ്യും. അപ്പോ സിസ്റ്റം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് DXNന്റെ. ജസ്റ്റ് ഫോളോ ചെയ്താൽ മാത്രം മതി അതിന്. അപ്പോൾ അവർക്ക് ബോണസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോ ഇവിടെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, DXN ബിസിനസ് ബോണസ് കിട്ടാൻ വളരെ പ്രയാസമാണെന്ന്. ഇത് ഒരു ക്രൗൺ അംബാസഡറിന്റെ ബോണസ് ആണ് കഴിഞ്ഞ 3 മാസത്തെ. മൈ ഇ പോയിന്റ് എന്ന് പറയുന്നത് DXNന്റെ ഇ പോയിന്റ് സിസ്റ്റം ആണ്. അതായത് 2022 ജാനുവരിയിൽ അദ്ദേഹത്തിന്റെ ബോണസ് 2,02,000 റിങ്കറ്റ് ആയിരുന്നു. അതായത് 43,000 യൂറോ. ഫെബ്രുവരിയിൽ 46,000 യൂറോ. മാർച്ചില് 50,000 യൂറോ. 50,000 യൂറോ എന്ന് പറഞ്ഞാല് എത്രയാണ് ഇന്ത്യൻ റുപ്പീസിൽ എന്ന് അറിയാമോ നിങ്ങൾക്ക്? 40 ലക്ഷം രൂപയാണ്. ഇത് ഒരു മാസത്തെ വരുമാനമാണ് കേട്ടോ. DXNന്റെ ഒരു ക്രൗൺ അംബാസഡർ ഒരു മാസം ഉണ്ടാക്കുന്ന വരുമാനമാണ് 50,000 യൂറോ. അദ്ദേഹം ഒരു റെഫ്യൂജി ആയിരുന്നു. ഈ പറയുന്ന ആള്, എനിക്കറിയുന്ന ആളാണ്, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം ഒരു റെഫ്യൂജി ആയിരുന്നു. യമനിൽ നിന്നും മലേഷ്യയിൽ കുടിയേറിയ ഒരു റെഫ്യൂജി ആയിരുന്നു. അവിടെ ചെന്ന് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് DXN ചെയ്യാൻ തുടങ്ങി. DXN ചെയ്ത് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ക്രൗൺ അംബാസഡറായി വളരെ നല്ല ടീം ഉണ്ടാക്കി. എന്നിട്ട് ഒരു മാസം ഉണ്ടാക്കുന്ന കാശാണിത്. 50,000 യൂറോ, 40 ലക്ഷം രൂപ ഒരു മാസം. എല്ലാ മാസവും എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട. കഥകൾ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ കഥകൾ പറയാണ് മാത്രം ചെയ്യുന്നത്. അപ്പൊ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഞാനിപ്പോ ടെക്നിക്കലായിട്ട് നിങ്ങളെ ഒന്നും പറയുന്നില്ല. ഞാൻ എന്റെ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ അറിഞ്ഞതും നിങ്ങൾ കണ്ടതുമായ കഥകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക മാത്രമേ ഇവിടെ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, എന്ത് സംഭവിച്ചു? പലരും നിങ്ങൾക്കെതിരെ സംസാരിക്കും. പക്ഷെ അപ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടത് ഫാക്ട്സ് വെച്ചിട്ടാണ്. നിങ്ങളുടെ ഇൻഫർമേഷൻസും നിങ്ങളുടെ അറിവും വെച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്താണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ മാത്രം ഇരുന്ന് കളിക്കുന്ന കളിയല്ല DXN. DXN ബിസിനസ് കൊണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ വേണമെങ്കിലും പോകാം.
എവിടെ പോയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഈ മനുഷ്യൻ ഇന്ന് താമസിക്കുന്നത് തുർക്കിയിലാണ്. മലേഷ്യയിൽ നിന്നും തുർക്കിയിൽ കാശ് കൊടുത്ത് വീട് വാങ്ങിച്ചു. എന്നിട്ട് ഗവൺമെന്റ് പാസ്പോർട്ട് കൊടുത്തു അദ്ദേഹത്തിന്. അതാണ്, എവിടെ വേണമെങ്കിലും പോയി ജീവിക്കാം. കാരണം ഇൻകം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. DXന്റെ ഇൻകം നിങ്ങൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ബിസിനസ് ഇട്ട് നിങ്ങൾ ദുബായിൽ വരണോ, നിങ്ങൾക്ക് ദുബായിലേക്ക് നിങ്ങളുടെ അഡ്രസ് ട്രാൻസ്ഫർ ചെയ്യാം. ദുബായിൽ നിങ്ങൾക്ക് ബുർജ് ഖലീഫയിൽ വില്ല വാങ്ങിക്കാം, അല്ല വീട് വാങ്ങിക്കാം, ഫ്ലാറ്റ് വാങ്ങിക്കാം, നിങ്ങൾക്ക് അവിടെ താമസിക്കാം. ഇൻകം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻകം നിങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി അവസാനിക്കുന്നില്ല. ഇപ്പൊ ഞാൻ കാണിച്ചു തന്നല്ലോ, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ മക്കൾക്ക് നാളെ നിങ്ങൾ ഇതേ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ പഠിച്ചു കഴിഞ്ഞ ഉടനെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചെയ്യേണ്ടത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടത്. കാരണം ഒരു ജോലിക്കയക്കല്ല വേണ്ടത്. ജോലിക്ക് അയച്ചു കഴിഞ്ഞാൽ ഇതേ തന്നെയാണ്. നമ്മൾ സാധാരണ പൂർ ഡാഡ് പഠിപ്പിക്കുന്നത് പോലെ മക്കളെ ജോലി ചെയ്യുക, എന്നിട്ട് ശമ്പളം വാങ്ങിക്കുന്നത് പഠിപ്പിക്കുന്നതിന് പകരം ഡയറക്ട് സെല്ലിംഗിലേക്ക് ഇറങ്ങുക ചെറുതു മുതൽ തന്നെ. അപ്പോൾ ഒരു 10 വർഷം കൊണ്ട് ഒരു ക്രൗൺ അംബാസഡർ ആവുകയും ബാക്കിയുള്ള ജീവിതം മുഴുവനും ആരാം സെ ജിന്ദഗി ജീ സക്താ ഹൈ. അതാണ് DXN സിസ്റ്റം പഠിപ്പിക്കുന്നത്. ലോകം മുഴുവൻ നിങ്ങൾക്ക് കറങ്ങാം, ഇന്ത്യ മുഴുവനല്ല ലോകം മുഴുവൻ നിങ്ങൾക്ക് കറങ്ങാം. എല്ലാ വർഷവും നിങ്ങൾക്ക് ലോകത്തിന്റെ പല ഭാഗത്തും സഞ്ചരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ വാങ്ങിക്കാം, ഇഷ്ടമുള്ള വീട് വാങ്ങിക്കാം, മറ്റുള്ളവരെ സഹായിക്കാം. നിങ്ങളൊരു ഫാമിലി ഒരു പ്രോഗ്രാമിന് പോയാൽ, ഒരു വീട്ടുകൂടലിനോ അല്ലെ ഒരു കല്യാണത്തിനോ പോയാൽ, നിങ്ങൾ 4 ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കാൻ എന്തായിരിക്കും? മാർക്കറ്റൊക്കെ ഡൗൺ ആണ്, വീട് ജോലിയൊന്നും ഇല്ല, ബിസിനസ് ഇല്ല, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെന്താ സംസാരിക്കുന്നത്? അസുഖം, മറ്റേ പ്രോബ്ലം, ഈ പ്രോബ്ലം, എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ നിങ്ങൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? പ്രോബ്ലത്തിന്റെ ഭാഗമാവുകയാണ്, ആ പ്രോബ്ലം ഷെയർ ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ DXN ബിസിനസ് ചെയ്യുന്ന ഒരാൾ ഒരു സൊല്യൂഷനാണ് നിങ്ങൾ അവിടെ കൊടുക്കുന്നത്. അവർ പ്രോബ്ലം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ, ഹെൽത്ത് ആയാലും ശരി, വെൽത്ത് ആയാലും ശരി, കം ടു DXN, ഡു എ ബിസിനസ്. ഇതാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ആരൊക്കെ നിങ്ങളോട് ഈ ബിസിനസ് ശരിയല്ല, നടക്കില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. ഇത് നടക്കുന്ന ബിസിനസ്സാണ്, ഇത് എല്ലാവരുടെയും സക്സസ് ആയി നടക്കുന്ന ബിസിനസ്സാണ്. അവരാണ് തെറ്റ്, അവർ പറയുന്നതാണ് തെറ്റ്. കാരണം നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തന്ന പ്രസന്റേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ ബിസിനസ്, എവിടെയാണ് ഈ ബിസിനസ് നടക്കുന്നത്, ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിന്റെ അപ്പുറത്തല്ല നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ആളുടെ അറിവ്. മനസ്സിലായില്ലേ? ഇപ്പം യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ലാറ്റിൻ അമേരിക്കയിലായാലും ആളുകൾ ക്രേസിയാണ് നമ്മുടെ ബിസിനസ്സിനോട് വേണ്ടിയിട്ട്. മൊറോക്കോയിൽ നിങ്ങൾ ഇന്നിപ്പോ ഒരു പെട്ടി കോഫിയോ അല്ല ഒരു പെട്ടി RGGയിലോ എടുത്തിട്ട് നിങ്ങൾ ഇപ്പം ക്ലാസ് ബ്ലാങ്കയിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വിറ്റ് തീർക്കാം. കാരണം ആളുകൾ ഈ എന്താ പറയാ ചൂടപ്പം വിൽക്കുന്നില്ലേ, അതുപോലെ നിങ്ങൾക്ക്, കാരണം അവിടെ പ്രൊഡക്റ്റ് ഇല്ല, കിട്ടാനില്ല. എത്ര കണ്ടെയ്നർ അയച്ചാലും മതിയാവുന്നില്ല. 2 വർഷം കൊണ്ടാണ് അവിടുത്തെ സെയിൽ എത്രയാണെന്ന് അറിയാമോ? മൊറോക്കോയിലെ സെയിൽ 2 വർഷം കൊണ്ട് എത്തിയിരിക്കുന്നത് $4 മില്യൺ ആണ്. 4 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 കോടി, ഇന്ത്യനേക്കാളും ബിസിനസ്സാണ് ഇന്ന് മൊറോക്കോ ചെയ്യുന്നത് 2 വർഷം കൊണ്ട്. അത് തുടക്കം മാത്രമാണ്. ഇനി അടുത്ത 2 വർഷം കൊണ്ട് മൊറോക്കോ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ചെയ്യുന്ന രാജ്യമായി മാറും. DXN ബിസിനസ് എല്ലാ വീടുകളിലും DXന്റെ പ്രൊഡക്റ്റ് ഉണ്ട് ഇപ്പോൾ. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാ? ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം. അവർ ഭയങ്കര അധികം ബിസിനസ്സുകാരാണ്. അവർ ചിന്തിച്ചു, പഠിച്ചു. വേറെ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. പക്ഷെ DXN 2 വർഷം കൊണ്ട് നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായി മാറി. അവിടെ യൂറോപ്പിൽ മുഴുവൻ ബിസിനസ് ചെയ്യുന്ന അറബ്സ് ആണ് ഇപ്പോൾ. യൂറോപ്യൻസിൽ ഉപരി ഇപ്പൊ അറബ്സ് ആണ്, മൊറോക്കൻസ് ആണ് ചെയ്യുന്നത്. കാരണം അവർ കണ്ടു ബിസിനസിന്റെ പവർ. 7,000, 8,000, $10,000 വീട്ടിലിരുന്നുകൊണ്ട് സമ്പാദിക്കുന്നത്. അപ്പൊ ഞാൻ പറയാൻ വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ബിസിനസ് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ആരൊക്കെ എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞാലും ഈ ബിസിനസ് നിങ്ങൾ അടിയുറച്ച് നിൽക്കുക, ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ ലൈഫിനെ അടിമുടി മാറ്റാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. നിങ്ങൾ ആരൊക്കെ നിങ്ങളോട് പറ്റില്ല എന്ന് പറഞ്ഞാലും ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്താലും ഡോണ്ട് ഗിവ് അപ്പ്, നെവർ ഗിവ് അപ്പ്. നിങ്ങൾ പ്രോബ്ലംസ്, വെൻ someone tells you that you can't do something, look around, consider all options, then go for it. Use all the gifts God has given to you. Be creative. In the end, you will succeed and prove them wrong. Always remember, if there is a will, there is a way. Good morning, DXN.